ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലെ എല്ലാ ഗ്രാമറിൻ്റെ ബേസിക് റൂൾസൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും ഇംഗ്ലീഷ് സംസാരിക്കലുണ്ടാവില്ല. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ബേസിക്കായിട്ട് ചില ഗ്രാമർ റൂൾസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അല്ല മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നത്. ആകെ ഒരു കൺഫ്യൂഷൻ തോന്നും, കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുകയും ഇല്ല. അതുകൊണ്ട് ബേസിക് ഗ്രാമർ റൂൾസ് ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലേണേഴ്സിന് ഇതൊരു പ്രശ്നം അല്ല. പക്ഷേ ബേസിക് ലെവലിലുള്ള ലേണേഴ്സ് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ വരുത്തുന്ന വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി മലയാളം സ്പീക്കേഴ്സ് വരുത്തുന്ന മിസ്റ്റേക്സാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മിസ്റ്റേക്ക് നമ്മൾ സബ്ജക്റ്റ് ആൻഡ് വേർബ് എഗ്രിമെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്താണ് ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്? സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആവണം, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബും പ്ലൂരൽ ആകണം എന്ന ഒരു റൂൾ ഇംഗ്ലീഷിലുണ്ട്. അതൊരു ബേസിക് റൂൾ ആണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നായ കുരയ്ക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയുക? ദ ഡോഗ് ബാർക്സ് എന്നാണ് പറയുക. ഇനി നായകൾ കുരയ്ക്കുന്നു എന്നാണെങ്കിൽ ദ ഡോഗ്സ് ബാർക്ക് എന്ന് പറയണം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മലയാളത്തിൽ പറഞ്ഞപ്പോൾ നായ കുരയ്ക്കുന്നു, നായകൾ കുരയ്ക്കുന്നു. കുരയ്ക്കുന്നു എന്ന ആ ഒരു വേർബ് അവിടെ ഒരു വ്യത്യാസവും വന്നില്ല. മലയാളത്തിൽ സംസാരിച്ചപ്പോൾ നായ എന്നത് നായകൾ എന്നാക്കി എന്ന് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് മാറി എന്ന് കരുതി വേർബിന് നമ്മൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. കുരയ്ക്കുന്നു എന്നത് അങ്ങനെ തന്നെയാണ്, സിംഗുലർ സബ്ജക്റ്റ് ആയാലും പ്ലൂറൽ സബ്ജക്റ്റ് ആയാലും. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. നായ കുരയ്ക്കുന്നു എന്നാണെങ്കിൽ ദ ഡോഗ് ബാർക്സ്. നായകൾ കുരയ്ക്കുന്നു എന്നാകുമ്പോൾ ദ ഡോഗ്സ് ബാർക്ക് എന്നാണ് പറയുക. അത് തെറ്റിക്കഴിഞ്ഞാൽ ദ ഡോഗ് ബാർക്ക് എന്നോ അതല്ലെങ്കിൽ ദ ഡോഗ്സ് ബാർക്സ് എന്നോ ഒക്കെ പറഞ്ഞാൽ അത് മിസ്റ്റേക്കാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വേണം എന്നതാണ്. വേർബ് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേർബിൻ്റെ കാര്യത്തിൽ തന്നെ ബാർക്ക് എന്നത് ബാർക്സ് എന്നായി മാറി. സബ്ജക്റ്റ് ഡോഗ് എന്നത് അതിനെ ഒരു പ്ലൂരൽ വേർബ് നായകൾ എന്നാക്കി മാറ്റിയപ്പോൾ ഡോഗ്സ് എസ് ചേർത്തു നമ്മൾ. പക്ഷേ വേർബിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. വേർബിൻ്റെ കാര്യത്തിൽ എസ് ഇല്ലാത്തതാണ് പ്ലൂരൽ. ദ ഡോഗ്സ് ബാർക്ക്. ബാർക്ക് എന്ന് പറയുമ്പോൾ ദ ഡോഗ്സ് എന്നത് പ്ലൂരൽ സബ്ജക്റ്റാണ്, ബാർക്ക് എന്നത് പ്ലൂരൽ വേർബും ആണ്. ദ ഡോഗ് എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, ബാർക്സ് എന്നത് എസ് ഉള്ളത്, ബാർക്സ് എന്നത് എസ് ഉള്ള ഒരു വേർബാണ്. അത് സിംഗുലർ വേർബാണ്. സിംഗുലർ ഫോമിലേക്ക് മാറുകയാണ് എസ് ചേർക്കുമ്പോൾ. എസ് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം. അതുപോലെ എല്ലാ സെൻറ്റൻസുകളും അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദ ബോയ് റൺസ്. ആൺകുട്ടി ബോയ് എന്ത് ചെയ്യുന്നു? ഓടുന്നു. ദ ബോയ് റൺസ്. കുട്ടികൾ, അതായത് ബോയ് എന്നതിനെ നമ്മൾ ബോയ്സ് എന്നാക്കി മാറ്റി. ദ ബോയ്സ് റൺ എന്നാണ്. പെൺകുട്ടി പാടുന്നു. ദ ഗേൾ സിങ്സ്. ദ ഗേൾ സിങ്സ്. അതേസമയം അത് ഗേൾസ് എന്നാക്കുമ്പോൾ ദ ഗേൾസ് സിങ്. അങ്ങനെ സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വേണം. ദ ചൈൽഡ് ക്രൈസ്. ദ ചിൽഡ്രൻ ക്രൈ. ദ പെയിൻറ്റർ പെയിൻറ്റ്സ്. ദ പെയിൻറ്റേഴ്സ് പെയിൻറ്റ്. ദ ഡാൻസർ ഡാൻസേഴ്സ്. ദ ഡാൻസേഴ്സ് ഡാൻസ്. ഇങ്ങനെ വേർബും സബ്ജക്റ്റും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുക അതൊരു ബേസിക് റൂളാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഷീ എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ, അവൾ. ഷീ പ്ലേസ്. അവൾ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കാറുണ്ട് എന്ന ആ മീനിങ്ങിൽ നമുക്ക് പറയാം ഷീ പ്ലേസ്. ഇനി ദേ അവർ എന്നാണെങ്കിലോ സബ്ജക്റ്റ് പ്ലൂരൽ ആയി. അപ്പോൾ ദേ പ്ലേ. ഷീ പ്ലേസ്, ഹീ പ്ലേസ്, ദേ പ്ലേ. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് അല്ലേ. ഇറ്റ് മൂവ്സ്. അത് മൂവ് ചെയ്യുന്നു. ഇറ്റ് മൂവ്സ്. ദേ മൂവ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി വേറെ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ടെൻസിനോട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. ടെൻസ് നമുക്കറിയാം പ്രധാനമായിട്ടും പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നൊക്കെയാണ് ഉള്ളത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ
അതായത് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും, പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യത്തിന് നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഹാവ് ഈറ്റൺ ഫുഡ്, ഐ എയ്റ്റ് ഫുഡ് യെസ്റ്റർഡേ. ഇത് രണ്ട് സെൻറ്റൻസും ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് സെൻറ്റൻസ് ഐ ഹാവ് ഈറ്റൺ ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതിനിപ്പോഴും പ്രസക്തിയുണ്ട്. ഐ ഹാവ് ഈറ്റൺ ഫുഡ് അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അതേസമയം ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഐ എയ്റ്റ് ഫുഡ് യെസ്റ്റർഡേ എന്ന് പറയണം. ഐ എയ്റ്റ് ഫുഡ് അത് പാസ്റ്റ് സിമ്പിൾ ടെൻസാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ഡൺ മൈ വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വർക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞു. അത് എപ്പോഴാണെന്നൊന്നും അത് പ്രസക്തമല്ല. ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്. പക്ഷേ ചെയ്തു കഴിഞ്ഞ് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്. ഐ ഹാവ് ഡൺ മൈ ഹോം വർക്ക്, ഐ ഹാവ് ഡൺ മൈ വർക്ക്. അതേസമയം ഐ ഡിഡ് മൈ വർക്ക് ലാസ്റ്റ് വീക്ക്, എൻ്റെ വർക്ക് ഞാൻ ലാസ്റ്റ് വീക്കിൽ ചെയ്തു. ഐ ഡിഡ് മൈ വർക്ക് അത് പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്. പക്ഷേ പലരും ഐ ഹാവ് ഈറ്റൺ ഫുഡ് യെസ്റ്റർഡേ, ഐ ഹാവ് ഡൺ മൈ വർക്ക് ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസും അതുപോലെ ഫ്യൂച്ചർ ടെൻസും ഒക്കെ തമ്മിൽ മിക്സപ്പ് ആയി പോകാറുണ്ട് സംസാരിക്കുമ്പോൾ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് അത് സാധാരണ റൈറ്റ് നൗ അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ നൗ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോറിലേക്ക് പോവുകയാണ്, ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഇനി നാളെ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, നാളെ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ സ്റ്റോറിൽ പോകും എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഐ വിൽ ഗോ ടു ദ സ്റ്റോർ ടുമാറോ, ഐ വിൽ ഗോ ടു ദ സ്റ്റോർ ടുമാറോ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഫ്യൂച്ചർ ടെൻസാണ് വേണ്ടത്. ഇതും ഈ ടെൻസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പായി പോകാൻ പാടില്ല. ഇനി പ്രെപ്പോസിഷൻസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. പ്രെപ്പോസിഷൻസ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വാക്കുകളാണെങ്കിൽ പോലും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം എപ്പോൾ നടക്കുന്നു, അല്ലെങ്കിൽ എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, വേർ എവിടെ, ഹൗ എങ്ങനെ, വെൻ എപ്പോൾ, ഇതൊക്കെ മനസ്സിലാവുന്നത് പ്രെപ്പോസിഷൻ കറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. മലയാളത്തിലാണെങ്കിൽ എയർപോർട്ടിൽ, ടൗണിൽ, ഡൽഹിയിൽ, റൂമിൽ, ക്ലാസ്സിൽ, ബാങ്കിൽ, ഓഫീസിൽ, ബാഗിനുള്ളിൽ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൽ എന്ന ഒരു ഉപയോഗം ആണ് നമുക്ക് മലയാളത്തിൽ. ബാഗിൽ എന്ന് പറയുമ്പോഴും ബാഗിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, എയർപോർട്ടിൽ എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലായി, ഡൽഹിയിൽ എന്ന് പറയുമ്പോഴും നമുക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ ഈ ഒരു കാര്യം തന്നെ പല ഡിഫറൻറ്റ് പ്രെപ്പോസിഷൻസ് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. അവിടെ ചില സ്ഥലങ്ങളിൽ ഇൻ ഉപയോഗിക്കണം, ചില സ്ഥലങ്ങളിൽ ഓൺ ഉപയോഗിക്കണം, ചില സ്ഥലങ്ങളിൽ അറ്റ് ഉപയോഗിക്കണം. അതൊക്കെ മാറി മാറിയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കുന്നവർക്ക് അതും ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. ബാഗിൽ എന്ന് നമ്മൾക്ക് മലയാളത്തിൽ പറയണമെങ്കിൽ ബാഗിൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ ഇൻ ദ ബാഗ്. ഇനി ബീച്ചിൽ എന്നാണെങ്കിലോ, ബീച്ചിൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു, പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ ഓൺ ദ ബീച്ച് പറയാം, അറ്റ് ദ ബീച്ചും പറയാം. അതും രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷനിലാണ്. ഇപ്പോൾ ബീച്ചിൽ നമ്മളൊരു ലൊക്കേഷൻ പറയാൻ വേണ്ടി ഞാനിപ്പോൾ ബീച്ചിലാണ്, ഐ ആം അറ്റ് ദ ബീച്ച് ആണ് പറയേണ്ടത്. അതേസമയം ഞാനിപ്പോൾ ബീച്ചിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ ഒരു സീ ഷോറിൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നമ്മളെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ സാൻഡിലാകാം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഐ ആം പ്ലേയിങ് ഓൺ ദ ബീച്ച് എന്നാണ്. അപ്പോൾ ഓൺ, ഇൻ ഒക്കെ മാറി മാറി ഉപയോഗിക്കണം. മലയാളത്തിലാണെങ്കിൽ ബീച്ചിൽ എന്ന് പറഞ്ഞാൽ മതി. ഹീ പ്ലേസ് ഫുട്ബോൾ ഓൺ ദ ബീച്ച്, ഹീ പ്ലേസ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം അറ്റ് ദ ബീച്ച്. അറ്റ് ദ ബീച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ലൊക്കേഷനാണ്, അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസൊക്കെ അതിൽ ഇൻക്ലൂഡഡ്. എയർപോർട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് ദ എയർപോർട്ട് ആണ് പറയേണ്ടത് ഇംഗ്ലീഷിൽ. പക്ഷേ സിറ്റിയിൽ എന്നാണെങ്കിൽ ഇൻ ദ സിറ്റി എന്നാണ് പറയേണ്ടത്. പക്ഷേ മലയാളത്തിലാണെങ്കിൽ സിറ്റിയിൽ, എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ മതി. ഇനി ബസ്സിൽ എന്ന് പറയുമ്പോൾ ബസ്സിൽ, മലയാളത്തിൽ ബസ്സിൽ എന്ന് പറയുന്നു. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ ചില സമയത്ത് അത് ഓൺ ദ ബസ് ഉപയോഗിക്കാം, ചില സമയങ്ങളിൽ ഇൻ ദ ബസ്സും ഉപയോഗിക്കാം. ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ, ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ആം ഓൺ ദ ബസ് എന്നാണ് പറയുക. അതേസമയം ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്, നമ്മൾ ബസ്സിൽ നമുക്ക് ഒരു ഫോൺ വരുന്നു, നമ്മൾ സംസാരിക്കും, ഐ ആം ഇൻ ദ ബസ് എന്നാണ് പറയുക, ഇൻ ദ ബസ്. പക്ഷേ മലയാളത്തിലാണെങ്കിൽ ഞാൻ ബസ്സിലാണ് എന്ന് തന്നെയല്ലേ പറയുക, അതാണ് വ്യത്യാസം.
പക്ഷേ കാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കാറ് നിർത്തിയിട്ടിരിക്കുകയാണെങ്കിലും ഇൻ ദ കാർ എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻ തന്നെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുകയാണോ എന്നതിനനുസരിച്ച് ഓൺ ഇൻ മാറി മാറി ഉപയോഗിക്കണം. ഇനി കസേരയിൽ ഇരിക്കുന്നു. കസേരയിൽ, മലയാളത്തിൽ കസേരയിൽ എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇൻ ഉപയോഗിക്കണം, ചില സ്ഥലങ്ങളിൽ ഓൺ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ആംസ് ഒക്കെയുള്ള ചെയറില്ലേ, അതൊക്കെയാണെങ്കിൽ നമുക്ക് ഐ ആം സിറ്റിംഗ് ഇൻ ദ ചെയർ എന്നാണ് പറയേണ്ടത്. അതല്ല, ആംസ് ഒന്നും ഇല്ലാത്ത ചെയറാണ്, അങ്ങനെയെങ്കിൽ ഐ ആം സിറ്റിംഗ് ഓൺ ദ ചെയർ, ഓൺ ദ ബെഞ്ച്, ഓൺ ദ സ്റ്റൂൾ എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ കസേരയിൽ എന്ന് തന്നെയാണ് ഏത് ടൈപ്പ് കസേരയായാലും നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രെപ്പോസിഷൻസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗത്തിലും കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കറിയാലോ, ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എ, ആൻഡ്, ദി ഒക്കെ ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു കാർ, ഒരു ബസ്, ഒരു ആപ്പിൾ, ഒരു എയ്റോപ്ലെയിൻ എന്നൊക്കെയല്ലേ ഒരു എന്ന വാക്ക് നമ്മൾ ഒന്ന് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ അതിന് മാറ്റങ്ങളുണ്ട്. എ ഉപയോഗിക്കണം ചില സ്ഥലങ്ങളിൽ, ചില നൗൺസിന് ആൻ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, എ കാർ, ആൻ എയ്റോപ്ലെയിൻ, ആൻ ആപ്പിൾ, എ ബസ് എന്നൊക്കെ. അപ്പോൾ ഒരു വാക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന നൗൺ ഒരു കോൺസണൻറ്റ് സൗണ്ടിൽ ആണ് തുടങ്ങുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ ബസ്, അവിടെ എ ആണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് എന്ന് സൂചിപ്പിക്കാൻ, ഒരു ബസ് എന്ന് സൂചിപ്പിക്കുന്നതിന്. എ കാർ, സി എന്നതൊരു കോൺസണൻറ്റ് സൗണ്ടാണ്. അതേസമയം ആൻ എയ്റോപ്ലെയിൻ, എ എന്ന ഒരു വാക്കാണ് അവിടെ, അത് ഒരു വവൽ സൗണ്ടിലുള്ള വേർഡാണ് എയ്റോപ്ലെയിൻ. അപ്പോൾ ആൻ എയ്റോപ്ലെയിൻ, ആൻ ആപ്പിൾ. അപ്പോൾ ഇത്തരത്തിൽ മാറി മാറി ഉപയോഗിക്കണം. മലയാളത്തിലാണെങ്കിൽ ഒരു എന്ന വാക്ക് മാത്രം മതി. വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു നൗണിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ദ എന്ന ആർട്ടിക്കിൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ, ചില സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് ഒമിറ്റ് ചെയ്ത് കളയാറുണ്ട്, നമ്മൾ ഉപയോഗിക്കാറില്ല. അവിടെ ഉപയോഗിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു ഈറ്റ് ആപ്പിൾ, അത് അങ്ങനെ തെറ്റാണത്. ആപ്പിളിന് മുൻപ് ഒരു ആർട്ടിക്കിൾ വയ്ക്കണം. ഐ വാണ്ട് ടു ഈറ്റ് ആൻ ആപ്പിൾ. ഐ ഹാവ് എ ബുക്ക്, നോക്കൂ, ഐ ഹാവ് എ ബുക്ക്, അവിടെ ഒരു ആർട്ടിക്കിൾ വേണം, അവിടെ ഒഴിവാക്കി കളയാറുണ്ട്, അത് തെറ്റാണ്. ഐ ഹാവ് ആൻ ആപ്പിൾ. ഇനി പല സ്ഥലങ്ങളിലും നമ്മൾ ദ എന്ന ഒരു ആർട്ടിക്കിൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കാറുണ്ട്. ദ ഡോഗ്സ് ആർ ലോയൽ അനിമൽസ്. ഡോഗ്സ് ലോയൽ അനിമൽസ് ആണ്, അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു സെൻസിലാണ് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് ദ ഡോഗ്സ് എന്ന ആവശ്യമില്ല, ഡോഗ്സ് ആർ ലോയൽ അനിമൽസ് എന്നേ ആവശ്യമുള്ളൂ. ദ എന്ന ഒരു ആർട്ടിക്കിളിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഐ ലൈക്ക് ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ്. ദ എന്ന ഒരു ദ ഫ്രൂട്ട്സ് എന്ന് പറയേണ്ട കാര്യമില്ല. ഐ ലൈക്ക് ഈറ്റിംഗ് ഫ്രൂട്ട്സ്. ദ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ദ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ഐറ്റംസിൻ്റെ ഇടയിൽ ഒരു കാര്യം നമ്മൾ പറയുന്നു, ഒരു കാര്യം ചൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തെപ്പറ്റി, സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുന്നു. ഇപ്പോൾ കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു, അതിൽ എനിക്ക് വേണ്ടത് ബുക്കാണ്, ഐ വാണ്ട് ദ ബുക്സ് എന്ന് പറയാം. കുറേ കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടത് അവിടെ ഇരിക്കുന്ന ഓറഞ്ചസ് ആണ്. ഐ വാണ്ട് ദി ഓറഞ്ചസ്, എനിക്ക് അവിടെ നിന്ന് വേണ്ടത് ആ ഫ്രൂട്ട്സ് ആണ്. ഐ വാണ്ട് ദ ഫ്രൂട്ട്സ്, അവിടെ ദ വേണം. കാരണം നമ്മൾ ഒരു മൾട്ടിപ്പിൾ ഐറ്റംസിൽ നിന്ന് നമ്മളൊന്ന് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് അതാണ് എനിക്ക് വേണ്ടത്. ഐ വാണ്ട് ദ ബുക്സ്, ഐ വാണ്ട് ദ ഫ്രൂട്ട്സ്. അപ്പോൾ അവിടെ ആർട്ടിക്കിൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ റൂൾസാണ് ഇതൊക്കെ. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുമോ എന്ന് കരുതിയിട്ട് സംസാരിക്കാതിരിക്കരുത്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് കൂടുതൽ ഇംഗ്ലീഷിൽ കൂടുതൽ എക്സ്പോഷർ കിട്ടുമ്പോഴാണ്. നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളൊന്നും ഒഴിവാക്കരുത്. പിന്നെ ടി വി ഷോസ്, ഇംഗ്ലീഷിലുള്ള ടി വി ഷോസ്, ഇംഗ്ലീഷിലുള്ള മൂവീസൊക്കെ വാച്ച് ചെയ്യുക, ബുക്സ് വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതും. പിന്നെ
മിസ്റ്റേക്ക് വരിക, വളരെ കോമൺ ആയിട്ടുള്ള ഈ മിസ്റ്റേക്സ് ഒക്കെ വരിക എന്നത് വലിയ ഒരു കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അത് സംഭവിക്കുന്നതാണ്. അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക.